വർഷങ്ങളായിട്ട് ഇതുപോലെ ജിമ്മിലൊക്കെ പോവും, വർക്ക്ഔട്ട് ഒക്കെ റെഗുലർ ആയിട്ട് 40 years ആയിട്ട് ചെയ്യുന്നുണ്ട്. 40 years ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 57, ഞാൻ ഒരു 17, 18 ഒക്കെ ആയപ്പോൾ ചെയ്യാൻ തുടങ്ങി. വെയിറ്റ് ലിഫ്റ്റർ അപ്പോൾ ആ കോളേജ് ഡേയ്സിൽ. ഓക്കെ. അന്ന് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യുന്നു, അല്ലാണ്ട് ഇപ്പൊ ഈ പടത്തിന് വേണ്ടി, അതായത് ഗോദയ്ക്ക് വേണ്ടിയിട്ട് ഗുസ്തി പഠിച്ചോ? ഞാൻ ഗുസ്തി പഠിച്ചില്ല. ഗുസ്തി പഠിച്ചത് ടൊവിനോയും വാമിക്കയുമാണ്. അവർ രണ്ടുപേരും വളരെ കാര്യമായിട്ട് ഗുസ്തി പഠിച്ചു ഈ സിനിമയ്ക്ക് വേണ്ടി. ഇനിയിപ്പോ സിനിമയിൽ ഒഴിവുള്ള സമയത്ത് ഗുസ്തി പിടിച്ചും രണ്ടുപേർക്കും ജീവിക്കാം. എനിക്ക് ഗുസ്തി പഠിക്കണമെന്നുണ്ടായിരുന്നു ഇതിന്റെ കെയർ ഓഫില്. പക്ഷെ ഈ സിനിമ പ്ലാൻ ചെയ്തത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് ഒരു പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ അങ്ങനെ 2 തവണ അതിന്റെ ഒരു സ്കെഡ്യൂൾസ് ഒക്കെ ആദ്യമൊക്കെ ഒന്ന് മാറി. അപ്പൊ എനിക്ക് മറ്റു തരത്തിൽ ഞാൻ ബിസി ആയിരുന്നുകൊണ്ട് എനിക്ക് ഗുസ്തി പഠിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയെങ്കിലും ഗുസ്തി പഠിച്ചാണ്. ഓഫ് കോഴ്സ് ഐ ആം ഇൻട്രസ്റ്റഡ്. ഇത് എനിക്ക് തോന്നുന്നു ഗോദയുടെ കഥ അതങ്ങനെ ഒരു മുഴുവൻ പറയുന്ന മര്യാദയല്ല, എന്നാലും ഒരു നാട്ടിൻപുറം. ആ നാട്ടിൻപുറത്തിന് ഒരു വലിയ ഗുസ്തി പാരമ്പര്യമുണ്ട്. നാട്ടിൻപുറത്തിന്റെ പേര് കണ്ണാടിക്കൽ ഗ്രാമത്തിന്റെ പ്രത്യേകത അവിടെ വലിയ കേളി കേട്ട ഗുസ്തിക്കാരുണ്ട്, ഫയൽവാന്മാരുണ്ട്. എല്ലാ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ഗുസ്തി പഠിക്കുന്ന ഒരു ഗ്രാമമാണ്, പഠിച്ചിരുന്ന ഒരു ഗ്രാമമാണ്. ഏറ്റവും പുതിയ ജനറേഷനിലുള്ള പിള്ളേർക്ക് ഗുസ്തി ഇഷ്ടമല്ല. പക്ഷെ ആ നാട്ടിലെ ഒരു പ്രമാണിയായ ഗുസ്തിക്കാരനും ഒക്കെയാണ് ഞാൻ ചെയ്യുന്ന ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന കഥാപാത്രം. അയാളുടെ മകനാണ് ടൊവിനോ. ടൊവിനോയെ ഇയാള് ചെറുപ്പകാലത്ത് ഗുസ്തിയൊക്കെ വളരെ അടിച്ചും തല്ലിയും പീഡിപ്പിച്ചുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അയാളൊരു സബ് ജൂനിയർ ലെവലിൽ നാഷണൽ ചാമ്പ്യനൊക്കെ ആയിട്ട് പിന്നെ ആ നാട്ടിലെ പിള്ളേർ മുഴുവൻ ക്രിക്കറ്റ് കളിക്കാരായി. അതോടുകൂടി ഈ ക്യാപ്റ്റനും അയാളുടെ ജനറേഷനിൽപ്പെട്ട ആളുകളും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. നമ്മളുടെ നാട്ടിൽ ഗുസ്തി പഠിക്കാൻ ആളില്ലാണ്ടാവുകയും പിള്ളേരെല്ലാം തലതിരിഞ്ഞ് ക്രിക്കറ്റ് കളിക്കാരാവുകയും ചെയ്തു എന്ന് പറയുന്ന വലിയൊരു 2 ജനറേഷൻ തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ. ആ ഫൈറ്റാണ് ഈ ഗോദയുടെ കഥ. ഈ ഗുസ്തി പിടുത്തമൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ടോ? ഈ എല്ലാവരുടെ ലൈഫിലും ഉണ്ടല്ലോ ഈ ഗുസ്തി എന്ന് പറയുന്നത്. അതിന്റെ അടവുകളും ചുവടുകളും ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും പലരും, ഞാൻ എന്റെ ചേട്ടനായിട്ട് നട്ട് ഗുസ്തി പിടിക്കാറുണ്ട്. ലോകത്തിൽ എല്ലാവരും ജീവിച്ചു പോകാൻ വേണ്ടി കുറെ ഗുസ്തി പിടിക്കുന്ന ആൾക്കാരാണ്. എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാല് ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. 3 പേരും തമ്മിൽ ഓരോ വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. നല്ല പോലെ ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ പിരിപിരിപ്പ് കൂടുമല്ലോ. അന്ന് മിക്കവാറും ദിവസങ്ങളിൽ സ്കൂളിൽ സമരമാണ്. ക്ലാസ് ഉണ്ടാവില്ല. രാവിലെ സ്കൂൾ വരെ പോവും, ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ച് വീട്ടിലെത്തും. അച്ഛനും അമ്മയും ജോലിയുള്ളവരാണ്, 2 പേരും അധ്യാപകരാണ്. പകൽ ഒരു മനുഷ്യരും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ മെയിൻ പരിപാടി ഗുസ്തിയാണ്. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് സത്യത്തിൽ ഈ ഗോദ എന്ന് പറയുന്ന സിനിമയിൽ, ഞാൻ ഗുസ്തി പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഏതാണ്ട് 6ാം ക്ലാസ്സിലും മറ്റും പഠിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ അന്നത്തെ കാലത്ത് പിന്നെ ഒന്നാന്തരമായിട്ട് ബാസ്കറ്റ്ബോൾ കളിക്കും. വാസ് എ ക്രിക്കറ്റ് പ്ലെയർ, അത്ലറ്റ് ആയിരുന്നു. ത്രോസിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ആയിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഞങ്ങൾ പഠിച്ച കോളേജിൽ ചേട്ടൻ്റെ 3 or 4 ത്രോസിൽ ഹാമർ, ഡിസ്കസ്, ഷോട്ട് പുട്ട് 3 റെക്കോർഡോട്ട് ഇപ്പോഴും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മാറിയിട്ടുണ്ടാവും, വഴിയില്ല. അപ്പോൾ ചേട്ടനൊരു നല്ല കരുത്തനായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ 6ാം ക്ലാസ്സിലോട്ട് പഠിക്കുമ്പോൾ ചേട്ടൻ 8ലോ 9ലോ ആയിട്ടുണ്ടാവും. എവിടെ നിന്നോ ഒരു ജൂഡോയുടെ ബുക്ക് തപ്പിയെടുത്തുണ്ടോ, എവിടെ നിന്നോ കിട്ടിയത്. അത് എവിടെ നിന്ന് അദ്ദേഹം തേടി പിടിച്ചെന്ന് എനിക്കറിയില്ല. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെയും എൻ്റെ നേരെ മൂത്ത ആളെ, ഇത് മൂത്ത ജ്യേഷ്ഠനാണ് ഇത് കൊണ്ടുവരുന്നത്, ഞങ്ങൾ 3 പേരും കൂടെ അന്ന് ജൂഡോ പഠിച്ചു. ചേട്ടനാണ് ഇൻസ്ട്രക്ടർ. അദ്ദേഹം ഈ ബുക്ക് നോക്കിയിട്ട് ജൂഡോയുടെ ത്രോസ് പഠിപ്പിച്ചു. ഞാൻ ഈ സിനിമയിൽ എനിക്കത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു ഗുസ്തിയുടെ നമ്മുടെ ഒരു ഈ പാരമ്പര്യ ഗുസ്തിയല്ല പഠിച്ചതെങ്കിലും ഈ ജൂഡോ അന്ന് പഠിച്ചത്, ഈ ഒരാളെ ഇങ്ങനെ എടുത്ത് എറിയുക എന്നൊക്കെ പറയുന്നതിന്റെ ടെക്നിക്സ് അന്ന് പഠിച്ചത് എനിക്ക് ഈ സിനിമയിൽ പ്രയോജനപ്പെട്ടു. വീട്ടിൽ ഇടിയോടിടിയായിരുന്നു. വീട്ടിൽ ഇടിയോടിടി എന്ന് പറഞ്ഞാല് വൈകിട്ട് അമ്മ വരുമ്പോഴത്തേക്കും തലേണയുടെ ഒക്കെ പഞ്ഞി ഇങ്ങനെ പറന്നു നടക്കും. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടിലുകൾ ഒടിയും. 3 പേരും ആൺപിള്ളേരാണ്, ഏറെക്കുറെ ഒരേ പ്രായത്തിലുള്ള മല്ലന്മാരായിരുന്നുകൊണ്ട് 3 പേർക്കും ഈ പറയുന്ന ഈ സ്പോർട്സിന്റെ ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ എനർജി കൂടും, അപ്പൊ ഇടിയും കൂടും. നല്ല ഇടിയാ, സ്ട്രീറ്റിലുള്ള അടി പോലെ അടിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും.
വീട്ടിലിപ്പം ഞാനാണ് ഏറ്റവും കൂടുതൽ അടി വാങ്ങുക, കാരണം ഇളയാള് ഞാനാണ്. ഏറ്റവും ഇളയതായിരുന്നു. അതെ, അടി സഹിക്കാൻ വയ്യാതാകുമ്പോ ഞാൻ ബോധം കെട്ട് വീഴുന്നതായിട്ട് അഭിനയിക്കും. അപ്പോഴാണ് ഇവർ അടി നിർത്തുക. ഇപ്പൊ വീട്ടിലെങ്ങനെയാ, ഭാര്യയായിട്ട് ഗുസ്തി പിടിക്കാറുണ്ടോ? ഭാര്യയായിട്ട് ഗുസ്തി ഒന്നും പിടിക്കാറില്ല. ഭാര്യയായിട്ട് ഗുസ്തി പിടിക്കുമ്പോ അഥവാ ഇടയ്ക്കിടയ്ക്ക് ഗുസ്തികൾ ഉണ്ടാവും. ഞാൻ മക്കളായിട്ട് ഗുസ്തി പിടിക്കുമായിരുന്നു, ഇപ്പൊ ഇല്ല. ഇല്ല, അവര് വലുതായപ്പോ പിന്നെ നമ്മൾ തോറ്റു പോകും. അവസരം നമ്മള് വീട് ഈ സ്വരം നല്ലപ്പോ നിർത്തുക.